നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം സമർപ്പിച്ച രേഖകൾ സംബന്ധിച്ച് വളച്ചൊടിച്ച് സൃഷ്ടിച്ച വാർത്ത തെറ്റായിരുന്നെന്ന് സമ്മതിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് മന്ത്രി എം.പി. രാജേഷ്. ആസൂത്രിതമായി വാർത്ത ചമച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. 500ഓളം പേർ മരിച്ച ദുരന്തമുണ്ടായി 50 ദിവസം പിന്നിടുമ്പോഴും തിരിഞ്ഞുനോക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനുള്ള മാധ്യമ ശ്രമം ദുരന്തത്തിനിരയായ മനുഷ്യരോട് ചെയ്യുന്ന ദ്രോഹമെന്നും മന്ത്രി. ഉദ്ഘാടനം നടത്തി 5 വർഷം കഴിഞ്ഞിട്ടും മങ്കരയിലെ പകൽ വീട് തുറന്നില്ല. കെട്ടിടവും പരിസരവും കാടുമൂടി നാശഭീഷണിയിൽ. കോട്ടായി പഞ്ചായത്തിന്റെ ബാലവിഹാറും ശലഭോദ്യാനവും ഇന്ന് മാലിന്യ സംഭരണ കേന്ദ്രം. ലക്ഷങ്ങൾ മുടക്കി നടപ്പാക്കിയ പദ്ധതി പാഴായ പദ്ധതികളുടെ പട്ടികയിൽ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ കഞ്ചാവ് കടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. 1 കിലോ 200 ഗ്രാം കഞ്ചാവും ബൈക്കും ഷൊർണൂർ പോലീസ് പിടിച്ചെടുത്തു. നിലമ്പൂർ ഷൊർണൂർ ട്രെയിനിൽ 13-കാരനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച വല്ലപ്പുഴ സ്വദേശി റെയിൽവേ പോലീസിന്റെ പിടിയിൽ. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം സമർപ്പിച്ച രേഖകൾ സംബന്ധിച്ച് വളച്ചൊടിച്ച് വിവാദമാക്കിയ വാർത്ത തെറ്റാണെന്ന് സമ്മതിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് മന്ത്രി എം.പി. രാജേഷ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് മാധ്യമങ്ങൾ വാർത്ത ചമച്ചത്. 500ഓളം പേർ മരിച്ച ദുരന്തമുണ്ടായി 50 ദിവസം പിന്നിടുമ്പോഴും തിരിഞ്ഞുനോക്കാത്ത കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനുള്ള ശ്രമം ദുരന്തത്തിനിരയായ മനുഷ്യരോട് ചെയ്യുന്ന ദ്രോഹമാണെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ പുനരധിവാസം, നഷ്ടപരിഹാരം തുടങ്ങിയവയ്ക്കുള്ള സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാനം സമർപ്പിച്ച രേഖയിലെ കണക്കുകൾ ചില മാധ്യമങ്ങൾ ബോധപൂർവം വിവാദമാക്കുകയായിരുന്നെന്ന് മന്ത്രി പറഞ്ഞു. തെറ്റുപറ്റിയെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ദുരഭിമാനം വെടിഞ്ഞ് വാർത്ത തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണം. വാർത്ത കൊടുക്കുന്നത് ഇനിയും അതിൽ കടന്നു കൊള്ളാതിരിക്കുക, മാന്യത എന്ന് പറയുന്നത്, മര്യാദ എന്ന് പറയുന്നത് തെറ്റായിരുന്നു എന്ന കാര്യം സമ്മതിക്കുക എന്നതാണ്. അല്ല, കൊടുത്തവർക്ക് കുറച്ച് വിമിഷ്ടം കാണും. പക്ഷെ നമ്മൾ നാടിനോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ദുരഭിമാനം വെടിഞ്ഞ് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുക. തെറ്റാർക്കും പറ്റാം. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു വാർത്ത തെറ്റായി കൊടുക്കുകയും തെറ്റുപറ്റിയെന്നറിഞ്ഞിട്ടും അതിന്റെ സാങ്കേതികത്വം നിരത്തുകയുമാണ് മാധ്യമങ്ങൾ. 500ഓളം പേർ മരിച്ച ദുരന്തത്തിൽ 50 ദിവസം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നോക്കാത്തത് ഈ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല. ദുരന്തത്തിനിരയായ മനുഷ്യരോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണിതെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. ഒരു വാർത്ത തെറ്റായിട്ട് ആദ്യം കൊടുക്കുക, തെറ്റാണെന്ന് ഉറപ്പുള്ള വാർത്തയുടെ മുകളിൽ സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളുമായി ചാടി വീഴുക, അത് തെറ്റാണ് എന്ന് തെളിയുമ്പോൾ വേറൊരു ആക്ഷേപവും ആരോപണവുമായിട്ട് വരിക, ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ഇപ്പം 50 ദിവസമായല്ലോ. തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കുമൊക്കെ ഇതിനേക്കാൾ എത്രയോ ചെറിയ, ഞാനതിനെ കുറച്ച് കാണുകയല്ല, പക്ഷേ വയനാട്ടിലെ മേപ്പാടിയിലേതുമായി താരതമ്യപ്പെടുത്തുന്ന വളരെ ചെറിയ ദുരന്തങ്ങളാണ് കേന്ദ്ര സർക്കാർ സഹായം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഉയരേണ്ട ചർച്ചയും ചോദ്യവും എന്താണ് കേന്ദ്രം ഈ മേപ്പാടി ദുരന്തത്തിന് ഇരയായവർക്ക് കേരളത്തിന് സഹായം നൽകാത്തത് എന്ന ചോദ്യമല്ലേ. അപ്പം ന്യായമായും ഗൂഢാലോചന സംശയിക്കുന്നത് തെറ്റായ വാർത്ത ഒരു ദിവസം വരുന്നു, അതൊരു പകൽ കൊണ്ട് നാട് മുഴുവൻ വ്യാപിക്കുന്നു, പിന്നീട് അത് തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ജാള്യവുമില്ലാതെ ചൂട് മാറ്റുന്നു. എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? കേന്ദ്രത്തെ രക്ഷിച്ചിരിക്കുക എന്നുള്ളതല്ല. പ്രധാനമന്ത്രി വന്നു പോയിട്ട് ദിവസം എത്രയായി? 11ാമത്തെ ദിവസം പ്രധാനമന്ത്രി, 12ാമത്തെ ദിവസം വന്നില്ലേ നേപ്പാളിൽ? അത് കഴിഞ്ഞിട്ട് ദിവസം എത്രയായി? എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കരയിലെ പകൽ വീട് നാശഭീഷണിയിൽ. കെട്ടിടത്തിന്റെ പരിസരം കാടുമൂടിയ നിലയിലാണ്. 5 വർഷം മുമ്പ് ഉദ്ഘാടനം നടത്തിയെങ്കിലും തുടർ പ്രവർത്തനത്തിന് പിന്നീടിങ്ങോട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മങ്കര പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് പകൽ സമയം ചെലവഴിക്കുന്നതിന് 2019 പകൽ വീട് നിർമ്മിച്ചത്. അന്ന് MLA ആയിരുന്ന KV വിജയദാസാണ് പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മങ്കര പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും പകൽ വീട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ചുറ്റും കാടുമൂടിയ അവസ്ഥയാണിപ്പോൾ. സാമൂഹ്യവിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി ഇവിടെ മാറിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായ അവസ്ഥയാണ്. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്.
പകൽ വീട് തുറക്കാൻ എത്രയും വേഗം നടപടി വേണമെന്നാണ് ജനകീയ ആവശ്യം. അതേസമയം പകൽ വീടിൻ്റെ പരിപാലനത്തിനായി യോഗ്യതയുള്ള ജീവനക്കാരെ ലഭിക്കാത്തതാണ് തുറക്കാൻ തടസ്സമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം.എൻ. ഗോകുൽദാസ് പറഞ്ഞു. പലതവണ ഇത് സംബന്ധിച്ച് പരസ്യം നൽകിയിരുന്നു. എന്നാൽ നിശ്ചിത യോഗ്യതയുള്ളവരാരും എത്തിയില്ല. ഇപ്പോൾ ഒരാളെ പരിശീലനത്തിന് അയച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ പകൽ വീട് തുറക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം.എൻ. ഗോകുൽദാസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ബാലവിഹാറും ശലഭോദ്യാനവും മാലിന്യ സംഭരണ കേന്ദ്രമായി. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബാലവിഹാർ കെട്ടിടം ഇന്ന് കേവലം നോക്കുകുത്തിയാണ്. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ലക്ഷങ്ങൾ മുടക്കി ബാലവിഹാറും ശലഭോദ്യാനവും സ്ഥാപിച്ചത്. എന്നാൽ ഇന്നിവിടം മാലിന്യ സംഭരണ കേന്ദ്രമാണ്. പഴയ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ബാലവിഹാർ കെട്ടിടവും ശലഭോദ്യാനവും നിർമ്മിച്ചത്. ഇപ്പോൾ ഇവിടം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ 15 വാർഡുകളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ സംഭരിക്കുന്ന കേന്ദ്രമാണ്. ബാലവിഹാറിനായി പണിത കെട്ടിടം നോക്കുകുത്തിയായി കാണാം. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ബാലവിഹാർ കെട്ടിടവും ശലഭോദ്യാനവും തീർത്തും ഉപയോഗശൂന്യമായി. ബാലവിഹാർ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് നടപ്പാക്കിയ പദ്ധതി അതേപടി നിലനിർത്താൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ കഞ്ചാവ് കടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് കഞ്ചാവും മോഷ്ടിച്ച ബൈക്കും ഷൊർണൂർ പോലീസ് പിടിച്ചെടുത്തു. പത്തനംതിട്ട കോന്നി പന്നിക്കമണ്ണിൽ അഭിജിത്ത് 28 വയസ്സ്, മണ്ണാർക്കാട് നെട്ടിപ്പുഴ കളത്തിൽ വീട്ടിൽ നൌഷീദ 19 വയസ്സ് എന്നിവരെയാണ് ഷൊർണൂർ പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 1 കിലോ 200 ഗ്രാം കഞ്ചാവും മോഷണം പോയ ബൈക്കും കണ്ടെത്തി. ജൂലൈ 27 വൈകിട്ടാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ട തത്തമംഗലം ചെമ്പകശ്ശേരി സ്വദേശി വിജുവിൻ്റെ ബൈക്ക് മോഷണം പോയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഞായറാഴ്ച വൈകിട്ടോടെ ഷൊർണൂർ കൊച്ചി പാലത്തിന് താഴെ നിന്ന് പ്രതികളെ പിടികൂടിയത്. എറണാകുളം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ മോഷണക്കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പട്ടാമ്പിയിൽ JCB ഡ്രൈവർ ജോലിക്കായാണ് അഭിജിത്ത് എത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CI V രവികുമാർ, SI M മഹേഷ് കുമാർ, ASIമാരായ അനിൽ, രാജീവ്, സിവിൽ പോലീസ് ഓഫീസർ T റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ട്രെയിനിൽ 13കാരനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച 50 വയസ്സുകാരൻ അറസ്റ്റിൽ. വല്ലപ്പുഴ കുറുവട്ടൂർ വെളുത്തക്കത്തൊടി ഉമ്മറിനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച പകൽ 11:30 നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള ട്രെയിനിൽ വെച്ചായിരുന്നു സംഭവം. ഓണം മലയാളിയുടെ പ്രത്യാശയും പ്രതീക്ഷയുമാണെന്ന് പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി. പാലക്കാട്ട് ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പഴയകാലത്തെ അപ്പാടെ തള്ളിപ്പറയുന്ന രീതി ശരിയല്ലെന്ന് കലാമണ്ഡലം ശിവൻ നമ്പൂതിരി പറഞ്ഞു. പോയ കാലത്തിൻ്റെ നന്മകളും തിന്മകളും വേർതിരിച്ച് അറിയാൻ കഴിയണം. എല്ലാം അവഗണിച്ച് ആർക്കും മുന്നോട്ടു പോകാനാകില്ലെന്നും ശിവൻ നമ്പൂതിരി പറഞ്ഞു. ജില്ലാ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി TR അജയൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ K മോഹൻദാസ്, JG മേനോൻ, ജ്യോതിഭായ് പരിയാടത്ത്, K ശാന്തപ്പൻ, പ്രൊഫസർ C സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല സംഘാടകനും CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയുമായിരുന്ന M വാമനന്റെ 10ാം അനുസ്മരണ സമ്മേളനം ത്രാങ്ങാലിയിൽ നടന്നു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായി അതിലൊരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത 3 പേരുകളായിരുന്നു സഖാവ് M വാമനും K ശിവരാമനും P കുഞ്ഞൻ. ശക്തമായിട്ടുള്ള സംഘടനാപരമായ ധാരണകളും ജനകീയ പിന്തുണയുള്ള നേതാക്കളും അവർക്കെല്ലാം രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവുമായ ധാരണകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതിൽ സഖാവ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. സഖാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത
ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറാത്ത ഒരു മനസ്സിനുടമയായി. അനുസ്മരണ സമ്മേളനത്തിൽ CPM വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി, M വാമനന്റെ മകനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ MM നാരായണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ഗംഗാധരൻ, K ഭാസ്കരൻ, KP സുധീർ, M പ്രദീപ്, MP രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ കൊട്ടക്കുന്ന് ജാമിഅൽ ഉലൂം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷം നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന കലാപരിപാടികൾ പള്ളി ഖത്തീബ് സൈദലവി അൻവരി ഉദ്ഘാടനം ചെയ്തു. പള്ളിയിലേക്ക് പറഞ്ഞയക്കാത്ത മക്കളെ എന്ത് രീതി സ്വീകരിച്ചുകൊണ്ടാണെങ്കിലും അവരെ ദീനിലേക്ക് അടുപ്പിക്കണം. ചെറുപ്പക്കാരായ ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഈ മഹല്ല് സംവിധാനം പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ മദ്രസ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഗമങ്ങൾ നടക്കുമ്പോൾ എത്രയോ ചെറുപ്പക്കാരുണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ പേരമക്കളാണ്. ഒരുപക്ഷെ ഈ ഒരു സദസ്സിലേക്ക് കടന്നു വരാത്ത ചെറുപ്പക്കാർ റോഡരികിൽ നിൽക്കുന്ന സമയത്ത് സങ്കടത്തോട് ഓർത്തു പോവുകയാണ്. അവർ നിങ്ങളുടെ മക്കളായിരിക്കെ അവരെ ഈ ദീനി സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. ആ മക്കളെ ഉപദേശിക്കാനും ശാസിക്കാനും ശകാരിക്കാനുമുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. മഹല്ല് പ്രസിഡന്റ് KP മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. KM അബ്ദുൽ ഹക്കീം, പൊന്മുള റഷീദ്, റിയാസ്, മുസ്തഫ മുസ്ലിയാർ, ഷഫീർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ ആരംഭിച്ചു. സമ്മാനദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നൃത്തകലാകാരി മറീന ആന്റണിയുടെ നൃത്തരൂപമായ ഗംഗയുടെ അവതരണം ഇന്ന് തൃശ്ശൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ വൈകിട്ട് 7 മണിയോടെ പരിപാടി ആരംഭിക്കും. ഗംഗയെന്ന ദേവാംഗനയുടെ പ്രണയം മനുഷ്യസങ്കല്പത്തിൽ അരങ്ങിലെത്തിക്കുകയാണ് ഗംഗയിലൂടെ മറീന ആന്റണി. പ്രമുഖ നൃത്തകലാകാരൻ RLV ആനന്ദ് ചിട്ടപ്പെടുത്തി സംവിധാനം ചെയ്ത ഗംഗ എന്ന ഭരതനാട്യ നൃത്തരൂപം അഭിനയ മുഹൂർത്തങ്ങളാലും മുദ്രകളാലും ഏറെ പുതുമ നിറഞ്ഞതാണെന്ന് സംഘാടകർ പറഞ്ഞു. നമ്മളോട് ആവശ്യപ്പെടുന്ന കമ്മിറ്റിക്കാരുടെ ആഗ്രഹപ്രകാരം ഇത് 1-2 മണിക്കൂറിലേക്ക് നീണ്ടുകൊണ്ടുപോകാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഇത് ശരിക്കും 45 മിനിറ്റ്സിൽ ഗംഗയുടെ ഒരു ഫ്രെയിം മാത്രമാണ്. US-ലെ സാംസ്കാരിക വേദിയായ മിത്രാസ് ആർട്സാണ് തൃശ്ശൂരിലെ അവതരണത്തിന് വേദിയൊരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം സമർപ്പിച്ച രേഖകൾ സംബന്ധിച്ച് വളച്ചൊടിച്ച് സൃഷ്ടിച്ച വാർത്ത തെറ്റായിരുന്നെന്ന് സമ്മതിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് മന്ത്രി MP രാജേഷ്. ആസൂത്രിതമായി വാർത്ത ചമച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. 500ഓളം പേർ മരിച്ച ദുരന്തമുണ്ടായി 50 ദിവസം പിന്നിടുമ്പോഴും തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനുള്ള മാധ്യമ ശ്രമം ദുരന്തത്തിനിരയായ മനുഷ്യരോട് ചെയ്യുന്ന ദ്രോഹമെന്നും മന്ത്രി. ഉദ്ഘാടനം നടത്തി 5 വർഷം കഴിഞ്ഞിട്ടും മങ്കരയിലെ പകൽ വീട് തുറന്നില്ല. കെട്ടിടവും പരിസരവും കാടുമൂടി നാശഭീഷണിയിൽ. കോട്ടായി പഞ്ചായത്തിന്റെ ബാലവിഹാറും ശലഭോദ്യാനവും ഇന്ന് മാലിന്യ സംഭരണ കേന്ദ്രം. ലക്ഷങ്ങൾ മുടക്കി നടപ്പാക്കിയ പദ്ധതി പാഴായ പദ്ധതികളുടെ പട്ടികയിൽ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുനിന്ന് മോഷ്ടിച്ച ബൈക്കിൽ കഞ്ചാവ് കടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. 1 കിലോ 200 ഗ്രാം കഞ്ചാവും ബൈക്കും ഷൊർണൂർ പോലീസ് പിടിച്ചെടുത്തു. നിലമ്പൂർ ഷൊർണൂർ ട്രെയിനിൽ 13-കാരനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച വല്ലപ്പുഴ സ്വദേശി റെയിൽവേ പോലീസിന്റെ പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.